ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ 2K വ്യൂസ് ആയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും മീൻകറിയും എൻ്റെ ഫേവറേറ്റാണ്. ഇതൊരു വിയേർഡ് കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മീൻകറിയുടെ കൂടെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. അങ്ങനെ ഇതാണ് എൻ്റെ ഇന്നത്തെ ഓഫീസിൽ പോകാനുള്ള ഔട്ട്ഫിറ്റ്. ധൃതി പിടിച്ചാണ് ഞാനൊന്നും ഒരു കണക്കിന് ഓടിപ്പിടിച്ച് കുളിച്ച് വന്നത്. തല കുളിക്കുന്ന ദിവസം എനിക്ക് കുറച്ച് സമയം കുറവായിരിക്കും, കാരണം മുടിയൊക്കെ ഉണക്കാനുള്ളത് കൊണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കൊരു ഡ്രയർ വെച്ച് മുടി എനിക്ക് ഉണക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ടോണറാണ്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു കുന്തം എടുക്കാറില്ല. എൻ്റെ കൈ കൊണ്ട് മാത്രമേ ഞാനെല്ലാം ചെയ്യാറുള്ളൂ. അങ്ങനെ ടോണറിട്ടതിന് ശേഷം ഞാൻ എടുക്കുന്ന സിറമാണ് നിയാസിനമൈഡ് ഓർഡിനറിയുടെ ഒരു സിറമാണ്. കാരണം ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ ഫേസിൽ കുറേ പാടുകളും പിന്നെന്താ പറയുക കുരുവൊക്കെ ഉണ്ട്, ആക്നെയൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അതിന് കുറച്ച് ബെറ്റർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. സോ അങ്ങനെ സിറം ഞാൻ നല്ല രീതിയിൽ ഒന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. കണ്ടു ഓക്കെ. ഇനി ഞാൻ അടുത്തായിട്ട് ഇടാൻ പോകുന്നതാണ് മോയ്സ്ചറൈസർ. അതെ, ഇത് ഡെർമാക്കോൻ്റെ ആണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ ട്യൂബാണെന്ന് തോന്നുന്നു. എനിക്കിത് കുറച്ച് ഇഷ്ടമായി. നല്ല മോയ്സ്ചറൈസറാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് കുഴപ്പമില്ല, നല്ല ബ്ലെൻഡായിട്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയൊക്കെ കുറച്ച് നേരം മുഖത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. എങ്ങനെയുണ്ട് ഗൈസ്? അടുത്തായിട്ട് ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതും എൻ്റെ ഏകദേശം ഒരു 3ാമത്തെയോ 4ാമത്തെയോ ട്യൂബാണ്. നിങ്ങളെല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും ഇല്ല, അങ്ങനെയല്ലേ പറയേണ്ടത്. എനിക്കിതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ ഫേസിന് കുറച്ച് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഫേസിന് സ്യൂട്ടായിട്ട് തോന്നിയത് ഇതാണ്. കുറച്ച് നാളായിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ നമ്മളുടെ ഫേസ് ആയിട്ട് അതൊന്ന് സെറ്റ് ആവുള്ളൂ. പിന്നെ കുറച്ച് എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം ഉണക്കാൻ നോക്കുകയാണ്. കാരണം നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ ഇടാൻ പോകുന്ന ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ കുറച്ചേ ഇടുള്ളൂ, കാരണം ഓഫീസിലൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ അധികം വലിച്ചു വാരി പുട്ടിയൊന്നും ഇടാറില്ല. ജസ്റ്റ് ആ ഒരു പാടൊക്കെ ഒന്ന് മായ്ക്കാൻ വേണ്ടി കുറച്ച് മാത്രം. പിന്നെ ആ ഒരു ഡാർക്ക് സ്പോട്ടിൻ്റെ അവിടെയൊക്കെ ഞാൻ കൺസീലറും മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് മാത്രമേ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കാറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല. എൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണത്. ഞാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ ഗൈസ്? അതെ, ഇനി അടുത്ത ലിപ് ബാമാണ്, ഒരു സ്ട്രോബെറിയുടെ. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുക, തീരാറായി. ഇനി ഒരെണ്ണം വാങ്ങിക്കണം. അതിനുശേഷം ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ ഒരു ചീക്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു നല്ല ഷെയ്ഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇടാതെ പോവില്ല. ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിലും ഞാൻ വെറുതെയെങ്കിലും എൻ്റെ കവളൊക്കെ ഞാനിങ്ങനെ തൊടുത്ത് വെക്കും. എൻ്റെ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാനിതിട്ട് കൊടുക്കാറുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഐറ്റം, ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക് എങ്കിലും ഇടും. അതാണ് നമ്മൾ ഗേൾസിൻ്റെ പോളിസി. അങ്ങനെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇടയ്ക്കേ യൂസ് ചെയ്യാറുള്ളൂ, കാരണം ഡാസ്ലർ കുഴപ്പമില്ല, ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്. പക്ഷേ ചിലർ പറയും നമ്മുടെ ലിപ്പ് കറുത്തോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനതിട്ടു. പിന്നെ കണ്ണൊക്കെ എഴുതി. ഈ പൊട്ട് ഞാൻ എപ്പോഴും തൊടുകൂട്ടെ, എനിക്കിഷ്ടമാണ് പൊട്ട് ഇങ്ങനെ തൊടാനായിട്ട്. പൊട്ട് തൊട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വന്നില്ലേ? അതെ. ഇനി നമുക്ക് നമ്മളുടെ ഐലാഷൊക്കെ ഒന്ന് പീലി വിടർത്തി വെക്കാം നമുക്ക് അങ്ങോട്ട്. അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട്, ഓവറായിട്ടൊന്നുമില്ല. നമ്മൾ കല്യാണത്തിനൊന്നും പോകുമല്ലോ, നമ്മൾ ജസ്റ്റ് ഓഫീസിൽ പോകല്ലോ പണിയെടുക്കാനായിട്ട്. അതെ, ഇനി കുറച്ച് പൗഡറും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ഈ മേക്കപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് സിമെൻ്റൊക്കെ ഇട്ടങ്ങ് നമുക്ക് ഉറപ്പിക്കുന്ന പോലെ ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ ഞാൻ ഇട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് സെറ്റാവട്ടെ. ഒരു ഷോളും കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഒരു